ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരണത്തിൻ്റെ മേൽ നമ്മുടെ നാഥൻ വിജയമാഘോഷിച്ചതിൻ്റെ ആനന്ദത്തിൽ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ നീ കനിഞ്ഞെന്നെ വിളിച്ചിടുന്നു. നിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ നീ കനിഞ്ഞെന്നെ വിളിച്ചിടുന്നു. നിന്റെ മൃതിയും ഉയർപ്പും യേശു മിന്നുന്നു പ്രത്യാശയായി മുന്നിൽ. നിന്റെ മൃതിയും ഉയർപ്പും യേശു മിന്നുന്നു പ്രത്യാശയായി മുന്നിൽ. ഘോരമരണത്തെ കീഴടക്കി സൂര്യനെ പോലെ ഉയർത്തനാഥ, ദിവ്യകാരുണ്യമായി വന്നെനിക്കും നവ്യമാമുത്ഥാനം നൽകിയാലും, നവ്യമാമുത്ഥാനം നൽകിയാലും. ഘോരമരണത്തെ കീഴടക്കി സൂര്യനെ പോലെ ഉയർത്തനാഥ, ദിവ്യകാരുണ്യമായി വന്നെനിക്കും നവ്യമാമുത്ഥാനം നൽകിയാലും, നവ്യമാമുത്ഥാനം നൽകിയാലും. മത്തായി സുവിശേഷം 28 അധ്യായം 6 അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മാത്യു chapter 28 verse 6. He is not here, for he has risen as he said. ഈ പ്രഭാതം അസാന്നിധ്യത്തിൻ്റെ, സങ്കടത്തിൻ്റെ, നിരാശയുടെ പ്രഭാതമല്ല, ഇത് വിജയത്തിൻ്റെ പ്രഭാതമാണ്. ശൂന്യമായ കല്ലറ നഷ്ടത്തിൻ്റെ സൂചനയോ അടയാളമോ അല്ല. ദൈവം തൻ്റെ വാക്കു പാലിച്ചതിൻ്റെ പ്രഖ്യാപനമാണ് ശൂന്യമായ കല്ലറ. തോൽവിയെന്ന്, പരാജയമെന്ന് ധരിച്ച കുരിശിനെ ദായിദാ നമ്മുടെ നാഥൻ ജീവൻ്റെ കവാടമാക്കി മാറ്റിയിരിക്കുന്നു. ഡോർവേ ഓഫ് ലൈഫ്. നൗ ക്രോസ് ഹാസ് ബിക്കം ദ ഡോർവേ ടു ലൈഫ്. എല്ലാ ഭയങ്ങളും മാറിപ്പോകുന്നു, സങ്കടങ്ങൾ മാറിപ്പോകുന്നു. ഈ ശൂന്യമായ കല്ലറ നമ്മുടെ ജീവിതത്തെ മുഴുവൻ തൊടുകയാണ്. ഹീ ഹാസ് റിസൺ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിൻ്റെ ഈ നാളുകളിൽ നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ്. ഇനി നമ്മൾ അവനെ മരിച്ചവരുടെ ഇടയിൽ തേടരുത്. മരണത്തിൻ്റെ ഗന്ധം നമ്മളിൽ ഉണ്ടാകരുത്. മരണത്തിൻ്റെ സങ്കടം നമ്മളിൽ ഉണ്ടാകരുത്. മറിച്ച് പ്രത്യാശയിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന സമൂഹമാകണം ഓരോ പ്രഭാതത്തിലും. ഇന്നലകളിലെ മരണത്തിൻ്റെ സങ്കടത്തെ കുരിശിലേക്ക് വെച്ച് ഓരോ പ്രഭാതവും നമ്മൾ ഉണർന്നെഴുന്നേൽക്കേണ്ടത് ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക്. നമ്മൾ പ്രത്യാശയുടെ സമൂഹമാണ്. ഉത്ഥാനമെന്നത് ഭൂതകാലത്തു നടന്ന ഒരു സംഭവം മാത്രമായി ചുരുങ്ങിപ്പോകരുത്. അത് ഈ ദിവസത്തേക്കുള്ള നമ്മുടെ ശക്തിയുടെ, അധികാരത്തിൻ്റെ വാക്കാണ്. കർത്താവിൻ്റെ തിരുവുത്ഥാനം. ഇന്ന് നിനക്ക് മുമ്പേ വിജയഭേരി മുഴക്കി വിജയശ്രീ ലാളിതനായ നമ്മുടെ കർത്താവ് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണേ. ഇന്ന് നീ തുനിഞ്ഞിറങ്ങുന്ന വഴികളിൽ, നീ ഇടപെടുന്ന വ്യക്തികളുടെ മുമ്പിൽ, നീ നടന്നു കയറുന്ന സ്ഥലങ്ങളിൽ നിനക്ക് മുമ്പേ ഉദ്ധിതൻ അവൻ്റെ പ്രകാശവുമായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, ക്രൈസ്റ്റ് റിസറക്ഷൻ is the dawn of new hope for humanity. ഈശോയുടെ ഉത്ഥാനം മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ പ്രഭാതമാണ്. ഇരുട്ടുമൂടിയ കാലം കഴിഞ്ഞു പോകുന്നു. പ്രത്യാശയുടെ പ്രഭാതം ദായിദാ ഉദയം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോ മിശിഹായേ, ജീവൻ നിറഞ്ഞു നിൽക്കുന്ന ശൂന്യമായ കല്ലറയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭയങ്ങൾക്കുമേൽ വിശ്വാസം നിറയട്ടെ.
ഞങ്ങളുടെ നിരാശകൾക്കുമേൽ ഈ ദിവസം പ്രത്യാശ നിറയട്ടെ. നിന്റെ ഉത്ഥാനം കർത്താവേ ഞങ്ങളുടെ ചിന്തകൾക്ക്, വാക്കുകൾക്ക്, ഞങ്ങളുടെ പ്രവൃത്തികൾക്ക് ഒരു പുതിയ ശക്തി സമ്മാനിക്കട്ടെ. കർത്താവേ എന്നോടൊപ്പം നടക്കണമേ. ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ നീ ഈ ദിവസം മാറ്റണേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.